അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പിയാഷയുടെ വൈജ്ഞാനിക സിദ്ധാന്തം നോക്കി. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ്. ജെറോമസ് ബ്രൂണറുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തമാണ് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിലേക്ക് നയിക്കുന്ന വിവര സംസ്കരണത്തിന്റെ സാങ്കേതിക വിദ്യയ്ക്ക് സംഭാവന നൽകിയ വ്യക്തിയാണ് ബ്രൂണർ എന്ന് പറയുന്നത്. എന്താണ്? വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ വികസനത്തിലേക്ക് നയിക്കുന്ന വിവര സംസ്കരണത്തിന്റെ സാങ്കേതിക വിദ്യക്ക് കേട്ടോ, വിവര സംസ്കരണത്തിന്റെ സാങ്കേതിക വിദ്യക്ക് സംഭാവന നൽകിയ വ്യക്തിയാണ് ബ്രൂണർ. കുട്ടികളുടെ ബുദ്ധിപരമായ വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം മാത്രമാണ് വിദ്യാഭ്യാസം എന്ന് അഭിപ്രായപ്പെട്ടത്. അതായത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചറൽ ടൂളാണ്, അല്ലെങ്കിൽ സാംസ്കാരിക ഉപകരണമാണെന്ന് പറഞ്ഞത് ബ്രൂണറാണ് കേട്ടോ. സംസ്കാരവുമായി ബന്ധപ്പെട്ടതൊക്കെ അത് ബ്രൂണറുമായി ബന്ധപ്പെട്ടതായിരിക്കും കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ആശയങ്ങൾ രൂപീകരിക്കാനും അങ്ങനെ വൈജ്ഞാനിക ഘടന കെട്ടിപ്പടുക്കാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കി വൈജ്ഞാനിക വികസന ഘട്ടം ആവിഷ്കരിച്ചത് ബ്രൂണറാണ് കേട്ടോ. എന്താണ്? ആശയങ്ങൾ രൂപീകരിക്കാനും അങ്ങനെ ആശയങ്ങൾ രൂപീകരിക്കുക, അതുപോലെ തന്നെ അതുമൂലം വൈജ്ഞാനിക ഘടനയെ കെട്ടിപ്പടുക്കാനും വ്യക്തി ഉപയോഗിക്കുന്ന അനുഭവങ്ങളുടെ സ്വഭാവത്തെ ആധാരമാക്കി വൈജ്ഞാനിക വികസന ഘട്ടത്തെ ആവിഷ്കരിച്ചത് ബ്രൂണറാണ് കേട്ടോ. ആശയ രൂപീകരണവും അതുപോലെ തന്നെ അനുഭവങ്ങളുടെ സ്വഭാവവും അത് വെച്ച് അങ്ങനെ പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ അത് ബ്രൂണറാണ് കേട്ടോ വരിക. ഇനി അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ചോദിച്ചതാണ് എക്സാമിന്. ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ. കൾച്ചർ എന്ന വാക്ക് കണ്ടു കഴിഞ്ഞാൽ അത് ജെറോമസ് ബ്രൂണറുടേതാണെന്ന് മനസ്സിലാക്കണം. ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, അതായത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറൽ ടൂളാണെന്ന് പറഞ്ഞില്ല. അപ്പൊ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷനും കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷനും ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ ഒക്കെ ജെറോമസ് ബ്രൂണറുടെ പുസ്തകങ്ങളാണ്. ബ്രൂണർ വിദ്യാഭ്യാസ സിദ്ധാന്ത രംഗത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ആശയങ്ങളുടെ അർത്ഥവും സ്വഭാവവും സംബന്ധിച്ച് നടത്തിയ ആഴത്തിലുള്ള പഠനം എന്ന് പറയുന്നത് കേട്ടോ. ആശയങ്ങളുമായി ബന്ധപ്പെട്ട് കേട്ടോ. വിദ്യാഭ്യാസ മേഖലയിൽ ബ്രൂണറുടെ സംഭാവനയായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ആശയമാണ് പഠിപ്പിക്കൽ. എന്താണ്? പഠിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കൽ. അതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ബ്രൂണറുടെ സംഭാവനയായിട്ട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ആശയം എന്താണ്? പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കൽ കേട്ടോ. അപ്പൊ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ പഠിക്കാൻ. ടീച്ചർമാർ ശരിക്കും പഠിപ്പിക്കുന്നത് എന്തിനാണ്? അവര് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ടീച്ചർമാർക്ക് പഠിക്കാനും കുട്ടികൾക്ക് പഠിക്കാനും വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുകയും ചെയ്യും, മറ്റുള്ളവർ പഠിക്കുകയും ചെയ്യും അല്ലേ? അതാണ് ഒരു പ്രത്യേകത. അടുത്തത് ബ്രൂണറിന്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ നമുക്ക് നോക്കാം. ആശയ രൂപീകരണ പ്രക്രിയയാണ്. അത് ആരുടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആശയ രൂപീകരണ പ്രക്രിയ ആരാണ്? ജെറോമസ് ബ്രൂണർ ആണ്. വൈജ്ഞാനിക ഘട്ടങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞാലും ആശയ രൂപീകരണ പ്രക്രിയ ഘട്ടങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഈ ആശയങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ബ്രെയിനിലല്ലേ വിജ്ഞാനമൊക്കെ ഉണ്ടാവുന്നത്, അങ്ങനെ ആലോചിക്കുക കേട്ടോ. അപ്പൊ പ്രവർത്തന ഘട്ടം നമ്മളെന്താണ്? ഈസ് ആണ്. ഫോർമുല എന്താണ്? ഈസ് അല്ലെങ്കിൽ ഐസ് എന്ന് പഠിച്ചാലും മതി. അപ്പൊ ഐസ് പറയുമ്പോൾ ഇ പറഞ്ഞ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐ പറഞ്ഞ ഐക്കോണിക് സ്റ്റേജ്, എസ് പറഞ്ഞ സിംബോളിക് സ്റ്റേജ്. ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രവർത്തന ഘട്ടം, ഐക്കോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ബിംബന ഘട്ടം, അതുപോലെ തന്നെ സിംബോളിക് സ്റ്റേജ് അല്ലെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രതീകാത്മക ഘട്ടം എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പൊ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. നോക്കൂ, പ്രവർത്തിക്കുക, എന്നിട്ട് ബിംബങ്ങളെ കാണും, എന്നിട്ട് നമ്മൾ പ്രതിരൂപാത്മകമാവൂലേ? പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം കേട്ടാ. ബ്രൂണറുടെ അഭിപ്രായത്തിൽ ആശയ രൂപീകരണ പ്രക്രിയ ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആദ്യം നമുക്ക് പ്രവർത്തന ഘട്ടം നോക്കാം. ശിശു കാര്യങ്ങൾ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ് പ്രവർത്തന ഘട്ടം. നമ്മുടെ ശരീരങ്ങൾ ഉപയോഗിച്ചിട്ട് പഠിക്കുന്നതാണ് എന്ത് പറയാ? പ്രവർത്തന ഘട്ടം അല്ലെ? അവിടെ നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ ഉപയോഗിക്കാം അല്ലെ? കാണാനും കേൾക്കാനും ഒക്കെ. മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പഠനഘട്ടമാണ് പ്രവർത്തന ഘട്ടം. മൂർത്ത വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് മൂർത്ത വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പഠനഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൂർത്തമായിട്ട് എന്നൊക്കെ പറയില്ലേ, നമുക്ക് തൊടാനൊക്കെ കഴിയുന്നത്, അതാണ്. അമൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊടാനും സ്പർശിക്കാനൊന്നും കഴിയാത്തത്, അതാണ് ഇവിടെ മൂർത്ത വസ്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പർശിക്കാൻ പറ്റും.
ഏതൊരു ആശയത്തിന്റെയും പ്രാഥമിക തലം പ്രവർത്തനത്തിൻ്റെതാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ബ്രൂണറാണ് കേട്ടോ. അപ്പോൾ ആശയത്തിന്റെ പ്രാഥമിക തലം പ്രവർത്തനമാണെന്ന് പറഞ്ഞ ആരാണ്? ആശയരൂപീകരണ ഘട്ടത്തിലെ പ്രധാന ഘട്ടമാണല്ലോ, ആദ്യത്തെ ഘട്ടമുള്ള പ്രവർത്തന ഘട്ടം. അതാണ് ആശയത്തിന്റെ പ്രാഥമിക തലം പ്രവർത്തനമാണെന്ന് പറഞ്ഞത് ബ്രൂണറാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ബിംബന ഘട്ടമാണ്. കായിക പ്രവർത്തനങ്ങളിൽ നിന്നും ബിംബങ്ങൾ സ്വതന്ത്രമാകുന്ന ഘട്ടമാണ് ബിംബന ഘട്ടം. അതായത് നമ്മൾ ശാരീരികമായുള്ള പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ് ബിംബങ്ങളിലെ, അതായത് ചിത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ അല്ലേ, അത് സ്വതന്ത്രമാകുന്ന ഘട്ടമാണ് ബിംബന ഘട്ടം. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമായതുമായ വികസന ഘട്ടമാണ് ബിംബന ഘട്ടം കേട്ടോ. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രത്യക്ഷണത്തിന് വിധേയമായതുമായ വികസന ഘട്ടമാണ് ബിംബന ഘട്ടം. അടുത്ത് നോക്കൂ, ഉദാഹരണം: കയ്യിൽ കിട്ടിയ കരിക്കട്ടയും മറ്റും ഉപയോഗിച്ച് കുട്ടികൾ ചുവരിലോ മറ്റു പ്രതലങ്ങളിലോ പലതരം രൂപങ്ങൾ വരയ്ക്കുന്നു അല്ലെ. ഈ അംഗൻവാടിയിലൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ആദ്യമൊക്കെ കുട്ടികൾ എന്ത് ചെയ്യും, കളിപ്പാട്ടങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പ്രവർത്തിച്ച് കളിക്കാൻ തുടങ്ങും. പിന്നെ ആ കുട്ടികൾക്ക് എഴുന്നേറ്റൊക്കെ നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കിട്ടിയത് കൊണ്ടൊക്കെ ബോർഡിൽ ഇങ്ങനെ കാണില്ലേ, വീടുകളുടെ ചുമരിലൊക്കെ പല രൂപങ്ങൾ, അച്ഛനും അമ്മനെയും വീടും ആ കുട്ടിന്റെ കണ്ണിലുള്ളതൊക്കെ വരച്ചു. അതാണ് ബിംബന ഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. വൈജ്ഞാനിക കുട്ടിയുടെ മനോചിത്രങ്ങളുടെ ആവിഷ്കാരം നടക്കുന്ന ഘട്ടമാണ്. അതായത് കുട്ടികളുടെ മനസ്സിലുള്ള ചിത്രങ്ങളുടെയൊക്കെ ആ കുട്ടികൾ തന്നെ സ്വയം വരയ്ക്കുന്നതിന് നമ്മളെന്ന് പറയാ ബിംബന ഘട്ടം എന്ന് പറയാം കേട്ടാ. വൈജ്ഞാനിക വികസനത്തിന്റെ ഈ തലത്തിൽ വസ്തുക്കൾ, വ്യക്തികൾ, സംഭവങ്ങൾ തുടങ്ങിയവയെ കുട്ടി ആവിഷ്കരിക്കുന്നത് ഇത്തരം മനോബിംബങ്ങളിലൂടെയാണ്. അപ്പൊ നമുക്കിനി അടുത്ത് നോക്കാം പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രതീകാത്മക ഘട്ടം കേട്ടാ. സിംബോളിക് സ്റ്റേജ്. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം കേട്ടാ. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടത്തിനെ നമ്മൾ എന്ത് പറയാ, പ്രതീകാത്മക ഘട്ടം എന്ന് പറയാം കേട്ടോ. ലാംഗ്വേജ് ഉപയോഗിച്ച്, അതായത് ആശയവിനിമയം നടത്തുകയാണെങ്കിൽ അതൊക്കെ എന്തായിരിക്കും, പ്രതീകാത്മക ഘട്ടം. നമ്മൾ ആദ്യം തൊടും, പിന്നെ നമ്മൾ ചിത്രങ്ങളൊക്കെ നമ്മൾ നോക്കും, പിന്നെ നമ്മൾ സംഭാഷണത്തിലോട്ട് വരും അല്ലേ. അതാണ് നമ്മുടെ ആശയ രൂപീകരണ പ്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടാ. വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതുമായ പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം. പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാപദങ്ങളായി മാറ്റുന്ന ഘട്ടമാണ് പ്രതീകാത്മക ഘട്ടം. തന്റെ വീട്ടുവളപ്പിൽ കണ്ട മയിലിനെ കുറിച്ച് വിവരിക്കുന്ന കുട്ടി ആശയ പ്രകാശനത്തിന് ഉപയോഗിക്കുന്നത് ഭാഷ എന്ന പ്രതീകമാണ്. ഈ ഘട്ടത്തിലുള്ള കുട്ടിക്ക് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവുണ്ടായിരിക്കും. മൂർത്തം പറയുമ്പോൾ നമുക്ക് സാധാരണ തൊട്ട് അറിയാൻ പറ്റുന്നത്, അമൂർത്തം പറയുമ്പോൾ എന്താണ്, നമുക്ക് സങ്കല്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ അല്ലേ, അതായത് ചിന്തിക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതാണ് അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവുണ്ടായിരിക്കും. അപ്പൊ അമൂർത്ത ചിന്തനത്തിനുള്ള കഴിവ് എവിടെയാണ്? മൂർത്ത ചിന്തനമാണെങ്കിൽ അത് പ്രവർത്തന ഘട്ടവും, അമൂർത്ത ചിന്തനമാണെങ്കിൽ പ്രതിരൂപാത്മക ഘട്ടവുമാണ് കേട്ടോ. ഇനി അടുത്തത് വൈജ്ഞാനിക വികസനത്തിന്റെ ഉയർന്ന ഘട്ടം എന്ന് പറയുന്നത് ഏതാണ്? പ്രതീകാത്മക ഘട്ടമാണ്. വൈജ്ഞാനിക വികസനത്തിന്റെ ഉയർന്ന ഘട്ടം ഏതാണ്? പ്രതീകാത്മക ഘട്ടമാണ്. താഴത്തെ ഘട്ടം ഏതാണ്? പ്രവർത്തന ഘട്ടമാണ് കേട്ടോ. സംവേദനവും പ്രത്യക്ഷണവും എന്താണ് നമുക്ക് നോക്കാം. സംവേദനം എന്ന് പറഞ്ഞാൽ സെൻസേഷൻ, പ്രത്യക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെപ്ഷൻ കേട്ടോ. സംവേദനം നമുക്ക് നോക്കാം. ഏതെങ്കിലും പരിസര ഘടകങ്ങളുടെ സ്വാധീനത്തിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഉദ്ദീപിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തിന് നമ്മൾ എന്ത് വിളിക്കും? ജ്ഞാനേന്ദ്രിയങ്ങൾ മുഖേന ഉണ്ടാകുന്ന അനുഭവത്തിനെ സംവേദനം എന്ന് പറയും. വളരെ ലളിതമായ മാനസിക പ്രക്രിയയാണ് സംവേദനം എന്ന് പറയുന്നത്. ഇനി പ്രത്യക്ഷണം നമുക്ക് നോക്കാം. ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ വളരെയേറെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതിലാവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കുന്നതാണ് പ്രത്യക്ഷണം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമുക്ക് എടുക്കുന്നതിന് നമുക്ക് എന്താ പറയും? മുഴുവനായിട്ട് ടോട്ടലായിട്ട് എടുക്കുന്നതിനെ സംവേദനം എന്ന് പറയും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ മാത്രം, ആ അനുഭവങ്ങളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കുന്നതിന് നമുക്ക് എന്ത് പറയും? പ്രത്യക്ഷണം എന്നും പറയും. സംവേദനത്തിലൂടെ ഉളവാകുന്ന അനുഭവങ്ങൾക്ക് അർത്ഥം കൈവരുമ്പോൾ ഉണ്ടാകുന്നതാണ് പ്രത്യക്ഷണം. സംവേദനം പറയുമ്പോൾ എല്ലാ അനുഭവങ്ങളും കൂടി ഉൾച്ചേരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്താ പറയുക? പ്രത്യക്ഷണം എന്ന് പറയാം. അതായത് ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോടുള്ള മാനസിക പ്രതികരണമാണ് പ്രത്യക്ഷണം. ചുറ്റുപാടിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചുള്ള നമ്മുടെ മനസ്സിന്റെ ഒരു പ്രതികരണമാണ് ഇത് പ്രത്യക്ഷണം എന്ന് പറഞ്ഞത് അല്ലേ. അതായത് നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരിക്കൽ നമ്മൾ എന്ത് ചെയ്യും, ഒരാള് ചതിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യില്ല, ആ ആളിനെ നമ്മൾ തിരിഞ്ഞു നോക്കുകയില്ല അല്ലേ. കാരണം നമുക്ക് ആ അനുഭവം കിട്ടി. ഇനി മറ്റൊരാളോടുമായിട്ട് നമ്മൾ അതേ രീതിയിൽ നമ്മളെ ബന്ധം എങ്ങനെയെങ്കിലും വെക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ആദ്യത്തെ ചതിയിൽ പറ്റിയിട്ടുള്ള ആ വേദനകൾ, അനുഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവൂലേ.
അപ്പൊ നമുക്ക് എങ്ങനെ നമുക്ക് നിൽക്കണം എന്നൊക്കെ നമ്മൾ നന്നായി പഠിക്കും. അതാണ് പ്രത്യക്ഷണം. സംവേദനം പറയുമ്പോൾ മുഴുവനായിട്ടുള്ളത്, പ്രത്യക്ഷണം പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആശയ രൂപീകരണ പ്രക്രിയയുടെ ഏതു ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? ഏതാണ്? വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നതാണ്. അത് ഓർക്കുമ്പോൾ അതിന്റെ ചിത്രങ്ങളൊക്കെ മനസ്സിൽ തെളിഞ്ഞു വരില്ല. അപ്പൊ അത് ഏത് ഘട്ടമാണ്? ബിംബന ഘട്ടമാണ് കേട്ടോ. ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക. ഏതൊക്കെയാണ്? പ്രവർത്തന ഘട്ടം, ഇത് പഠിച്ചാൽ മതി. ഈസ് പഠിച്ചോളൂ. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രതീകാത്മക ഘട്ടം എന്ന് പറയൂട്ടാ. അടുത്തത് ജെറോമസ് ബ്രൂണർ ആശയ രൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടങ്ങളിൽ പെടാത്തത് ഏതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ബിംബന ഘട്ടവും പ്രതീകാത്മക ഘട്ടവും അതുപോലെ തന്നെ പ്രവർത്തന ഘട്ടവും ഒക്കെ അദ്ദേഹത്തിന്റെയാണ്. എന്നാൽ വിചിന്തന ഘട്ടം അദ്ദേഹത്തിന്റെ അല്ല. അപ്പൊ നമുക്കറിയാലോ, ആ ഘട്ടങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിലില്ലാത്തത് നമുക്ക് അറിയൂട്ടാ. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ആശയദാന മാതൃകയാണ്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. ഇത് ജെറോമസ് ബ്രൂണറുടെയാണ്. ചോദിച്ചിട്ടുണ്ട് ആശയദാന മാതൃക ആരുടേതാണ്, അല്ലെങ്കിൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ. കാരണം കൺസെപ്റ്റ് ഫോർമേഷൻ എന്ന് പറയുന്ന പ്രക്രിയ ആരുടേതാണ്? ജെറോമസ് ബ്രൂണറുടേതല്ലേ. അപ്പൊ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആരുടേതായിരിക്കും? ജെറോമസ് ബ്രൂണറുടേത് തന്നെ ആയിരിക്കും. ആശയദാന മാതൃക, ആശയ സമ്പാദന മാതൃക, കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ആവിഷ്കരിച്ചത് ബ്രൂണറാണ്. ആശയദാന മാതൃക പ്രകാരം ആശയ രൂപീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമാണ്? നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കൽ, നിഗമനത്തിലെത്തൽ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? കണ്ണുകൊണ്ട് നിരീക്ഷിക്കൂലേ, എന്നിട്ട് നമ്മൾ അതിനെ താരതമ്യം ചെയ്യില്ലേ, വലുതേതാ ചെറുതേതാ, എന്നിട്ട് വലുതിനെ വലുതാക്കി വെക്കും, ചെറുതിന്റെ ഭാഗത്തേക്ക് തരംതിരിച്ചു വെക്കൂലേ, എന്നിട്ട് നിഗമനത്തിലെത്തും. വലുത് കുഴപ്പമില്ല, ചെറുത് ഭയങ്കര മോശമാണ്, അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പൊ നിരീക്ഷണം, താരതമ്യം, തരംതിരിക്കല്, നിഗമനത്തിലെത്തുക കേട്ടാ. ഒരു കൂട്ടം വസ്തുക്കൾക്കുള്ളിൽ സജാത്യങ്ങളും വൈജാത്യങ്ങളും ദർശിക്കുന്ന കുട്ടിക്ക് സമാനതയുള്ളവയെ ഒരു കൂട്ടമായും അല്ലാത്തവയെ മറ്റൊരു കൂട്ടമായും തരംതിരിക്കാൻ കഴിയും. വസ്തുക്കളുടെ സവിശേഷതകൾ നിരീക്ഷിക്കുന്നതിലൂടെയും താരതമ്യം ചെയ്യുന്നതിലൂടെയുമാണ് ഇത് സാധിക്കുന്നത്. അതായത് ഒരു കൂട്ടം വസ്തുക്കളുണ്ട്, അപ്പൊ സജാത്യം പറയുമ്പോൾ എന്താണ്? ഒരുപോലെയുള്ളത് അല്ലെ. വൈജാത്യം എന്ന് പറയുമ്പോൾ എന്താണ്? വ്യത്യസ്തമായത് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ഏതൊരു കുട്ടിക്കാണെങ്കിലും അതിൽ ഒരുപോലെയുള്ളതിനെ തരംതിരിക്കാൻ കഴിയുമെങ്കിൽ ആ കുട്ടീനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ആ കുട്ടി ആശയ രൂപീകരണ പ്രക്രിയയിലോട്ട് കടന്നു നമുക്ക് പറയാൻ പറ്റും. തൻ്റെ ചുറ്റുപാടുമുള്ള വസ്തുക്കളെയും ജന്തുക്കളെയും സസ്യങ്ങളെയും കുറിച്ച് കുട്ടി ആശയങ്ങൾ രൂപീകരിക്കുന്നത് ഈ വിധത്തിലാണ്. നോക്കിക്കോളൂ. കണ്ടെത്തൽ പഠന രീതിയിൽ അധിഷ്ഠിതമാണ് ആശയദാന മാതൃക. കണ്ടെത്തൽ ഡിസ്കവറി ലേണിംഗ് ഇല്ലേ, അത് ആരുടേതാണ്? ജെറോമസ് ബ്രൂണറുടേതാണ്. അതാണ് കണ്ടെത്തൽ പഠന രീതി കേട്ടോ. കണ്ടെത്തൽ പഠന രീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഏത്? ആശയദാന മാതൃക എന്ന് പറയുന്നത്. ഒരേ വർഗത്തിൽപ്പെട്ടവയെ മറ്റുള്ളവയിൽ നിന്നും വേർതിരിക്കാനുള്ള ഗുണസവിശേഷതകൾ ആട്രിബ്യൂട്ട്സ് കണ്ടെത്താനുള്ള അന്വേഷണത്തിലൂടെയാണ് ആശയദാനം നടക്കുക. ഗുണസവിശേഷതകളുടെ സജാത്യ വൈജാത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ആശയത്തെയും സംബന്ധിച്ച വ്യക്തമായ ധാരണ രൂപീകരിക്കാൻ പഠിതാവിന് കഴിയണം. ഒരേ വർഗത്തിൽ പെടുത്താൻ കഴിയുന്ന പൊരുത്തമുള്ള ഉദാഹരണങ്ങളും, അതായത് പോസിറ്റീവ് എക്സാമ്പിൾസും, ഉൾപ്പെടുത്താനാവാത്ത വിരുദ്ധ സ്വഭാവമുള്ള ഉദാഹരണങ്ങളും നെഗറ്റീവ് എക്സാമ്പിൾസ് ഉണ്ടാവും. അവയെ തരംതിരിക്കൽ പ്രക്രിയയിൽ ആവശ്യാനുസരണം ഉപയോഗിച്ചുകൊണ്ട് ആശയദാനം നടത്തുന്നു. അപ്പൊ ആശയദാനം എന്ന് പറയുന്ന കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലിൽ വരുന്നതാണ് പോസിറ്റീവ് എക്സാമ്പിൾസും അതുപോലെ തന്നെ നെഗറ്റീവ് എക്സാമ്പിൾസും എന്ന് പറയുന്നത് കേട്ടോ. അത് ഏതിലെ വാക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലാണ്. ജെറോമസ് ബ്രൂണറുടേതാണ് വരുന്നത്. ഇനി അടുത്തത് വിവരങ്ങളെ വിശകലനം ചെയ്യുന്നതും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതും തരംതിരിക്കൽ അല്ലെങ്കിൽ വർഗീകരിക്കൽ പ്രക്രിയയിലൂടെയാണ്. ആശയ പഠനത്തിലുള്ള തന്ത്രങ്ങളെ സ്വീകരിക്കുന്നത് രണ്ട് പ്രക്രിയകളാണ്: സ്കാനിങ്ങും ഫോക്കസും. നമ്മൾ ആദ്യം സ്കാൻ ചെയ്തിട്ട് ഫോക്കസ് ചെയ്യൂലേ, അതാണ് ആശയ പഠനത്തിലുള്ള തന്ത്രങ്ങളെ സ്വീകരിക്കുന്നത്. ഏതൊക്കെ പ്രക്രിയയാണെന്ന് ചോദിച്ചാൽ സ്കാനിങ്ങും ഫോക്കസും കേട്ടാ. SF അല്ലെങ്കിൽ FS എന്ന് പഠിച്ചാൽ മതി കേട്ടാ. പഠിതാവ് നിരീക്ഷിക്കുന്ന ഉദാഹരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആശയത്തെ സംബന്ധിച്ച അനുകൽപ്പനങ്ങൾ ഉണ്ടാക്കുകയും സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ അവയെ പരിശോധിക്കുകയും ചെയ്യുന്നതാണ് സ്കാനിങ്. ഒരു ഗ്രൂപ്പ് എന്തിനെ പ്രതിനിധാനം ചെയ്യുന്നു അഥവാ എന്ത് ആശയം സൂചിപ്പിക്കുന്നു എന്നറിയാൻ വേണ്ടി പഠിതാവ് ദൃഷ്ടാന്തങ്ങളുടെ സവിശേഷതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഫോക്കസിങ്. നമുക്കറിയാം, ഫോക്കസ് പറഞ്ഞാൽ ശ്രദ്ധയാണ്.
നിരീക്ഷിക്കുന്നതാണെങ്കിൽ അതിനെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സ്കാനിങ് അല്ലേ, നമ്മൾ സാധാരണ സ്കാനിങ്ങും ഫോക്കസിങ്ങും ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശയത്തിലൂടെയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചതാണ്. ചോദിക്കോളൂ, എങ്ങനെയാണ്? ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആശയം എന്ന് പറയണ്ട. മാനസികമായിട്ട് വർഗീകരിക്കുന്ന വിവരങ്ങളാണ് ശരിക്കും എന്ത്? ആശയങ്ങൾ. നമുക്ക് ഓരോ ആശയങ്ങൾ നമ്മൾ മാനസികമായിട്ട് വർഗീകരിക്കുകയല്ലേ. ആശയ രൂപീകരണത്തിന്റെ പ്രക്രിയാഘട്ടങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇത് 3 പ്രാവശ്യം എക്സാമിന് ചോദിച്ചതാണ്, അതുകൊണ്ട് നമുക്കത് നോക്കിയേ പറ്റുള്ളൂ. ഏതാണ്? സംവേദനം, പ്രത്യക്ഷനം. സംവേദനം പറയുമ്പോൾ നമ്മൾ എന്താണ്? എല്ലാ അനുഭവങ്ങളും കൂടി നമ്മൾ ആദ്യം വാങ്ങൂലേ, എന്നിട്ട് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം എടുക്കുന്നതാണ് പ്രത്യക്ഷണം. പ്രത്യക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? വർഗീകരിക്കാൻ പോകില്ലേ, അതാണ് വർഗീകരണം. വർഗീകരിച്ചിട്ട് എങ്ങോട്ട് പോകും? അത് പൊതുവായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തൂലേ, അതാണ് സാമാന്യവൽക്കരണം. സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം കേട്ടോ. സംവേദനം, പ്രത്യക്ഷണം, വർഗീകരണം, സാമാന്യവൽക്കരണം. ഇനി അടുത്തത് നോക്കാൻ പോകുന്നത് സ്കാനിങ്ങും ഫോക്കസിങ്ങും ബന്ധപ്പെട്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ കാര്യമാണ് പറയുന്നത്. ഏത്? ഫോക്കസിങ്ങിന്റെ ബാക്കിയാണ് പറയുന്നത് കേട്ടോ. സ്കാനിങ്ങും ഫോക്കസിങ്ങും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കാനിങ് എന്ന പ്രക്രിയ സെലക്ഷൻ എന്ന ചിന്താതന്ത്രത്തോടും. എന്താണ് സ്കാനിങ് എന്ന് പറയുന്നത്? എന്താണ്? സെലക്ഷൻ, നമ്മൾ തെരഞ്ഞെടുക്കുക, ആ തെരഞ്ഞെടുപ്പ് എന്ന ചിന്താതന്ത്രത്തോടും ഫോക്കസിങ് എന്ന പ്രക്രിയ റിസപ്ഷൻ എന്ന ചിന്താതന്ത്രത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സ്കാനിങ്, സെലക്ഷൻ രണ്ടിലും SS വരുന്നുണ്ടല്ലോ. ഫോക്കസ്, റിസപ്ഷൻ. റിസപ്ഷനിസ്റ്റിനെയൊക്കെ ഭയങ്കര ഫോക്കസ് ചെയ്യില്ലേ എല്ലാവരും, ക്യാമറക്കാരൊക്കെ. അപ്പൊ അങ്ങനെ ആലോചിക്കുക കേട്ടാ. ഫോക്കസിങ്, റിസപ്ഷനും സ്കാനിങ്, സെലക്ഷനും. നമ്മൾ സ്കാനിങ് ചെയ്യുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള പാർട്സുകളല്ലേ, അപ്പൊ അങ്ങനെ ആലോചിക്കുക. സ്കാനിങ്, സെലക്ഷൻ, ഫോക്കസ്, റിസപ്ഷൻ കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റീസണിങ് അല്ലെങ്കിൽ യുക്തിചിന്ത കേട്ടോ. ബുദ്ധിപരമായി വളരെ ഉയർന്ന പ്രക്രിയയാണ് യുക്തിചിന്തനം. ഭൂതകാല അനുഭവങ്ങളെ പ്രശ്ന പരിഹരണത്തിനായി പുതിയ രീതിയിൽ ക്രമീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്യുന്ന ഉൽപാദനപരമായ ചിന്തയാണ് യുക്തിചിന്ത. അതായത് നമ്മൾ ചെറിയ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും വേദനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞെങ്കിൽ അത് വലിയ പ്രായമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് നമ്മൾ ചിന്തിക്കൂലേ, നീ എന്താ ചിന്തിച്ചു കൂടുന്നൊക്കെ പറയില്ലേ നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ എന്ത് പറയും? നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂടുന്നതെന്നൊക്കെ ചോദിക്കില്ലേ? അതെന്താ? നമ്മൾ അത്രയ്ക്കും ചിന്തിക്കുക, നമ്മൾ ഒരുപാട് വന്ന അനുഭവങ്ങൾ അങ്ങനെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ അതാണ് യുക്തിചിന്ത എന്ന് പറയുന്നത്. ഏറ്റവും മൂർത്തമായുള്ള രീതിയാണ്ടത്. ഇനി കണ്ടെത്തൽ പഠനം നമുക്ക് നോക്കാം. കണ്ടെത്തൽ പഠനം ഡിസ്കവറി ലേണിംഗ് ആരുടേതാണ്? ജെറോമസ് ബ്രൂണറുടെ തന്നെയാണ്. കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡലും ജെറോമസ് ബ്രൂണറുടെ തന്നെയാണ്. കണ്ടെത്തൽ പഠനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജെറോമസ് ബ്രൂണർ. ക്ലാസ് റൂം പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി കണ്ടെത്തൽ പഠനത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ബ്രൂണർ അഭിപ്രായപ്പെടുന്നു. സജാത്യ വൈജാത്യങ്ങൾ താരതമ്യം ചെയ്ത് വർഗീകരിച്ച് നിഗമനത്തിലെത്തുന്നതാണ് ഇതിന്റെ സാമാന്യ രീതി. സ്വന്തം ബുദ്ധിയും ചിന്താശക്തിയും ഉപയോഗിച്ച് അവനവന് വേണ്ടി പഠനം നടത്തുന്ന രീതിയാണ് കണ്ടെത്തൽ രീതി. അതായത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് തന്നെ പഠനം നടത്തുന്നത് എന്താണ്? കണ്ടെത്തൽ രീതി, ഡിസ്കവറി ലേണിംഗ്. ഇപ്പം നമ്മൾ PSC പഠിക്കാൻ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കേട്ടിട്ട് എക്സാം ആയിക്കോട്ടെ, ഏതൊരു എക്സാം ആയിക്കോട്ടെ, നമ്മൾ പഠിക്കാൻ പോവുകയാണ് അല്ലേ. അപ്പം നമുക്കറിയാം നമ്മൾ എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ജയിക്കുക എന്നുള്ളത് നമ്മൾ കണ്ടെത്തൂല്ലേ. പല രീതികളിലൂടെ കണ്ടെത്തും. അവസാനം നമ്മളൊരു ഫിക്സ്ഡ് ആക്കൂലേ, അതിലൂടെ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുമ്പോൾ നമ്മൾ അത് കണ്ടെത്തും. അതാണ് കണ്ടെത്തൽ പഠന രീതി എന്ന് പറയുന്നത്. പ്രശ്ന പരിഹരണ രീതിയിലുള്ള പഠനത്തിന് 3 തലങ്ങളുണ്ട്. പ്രവർത്തനാത്മകത സൃഷ്ടിക്കല്. പഠിതാക്കളെ പ്രവർത്തനത്തിന് പ്രചോദിപ്പിക്കുന്ന ഘട്ടമാണ് പ്രവർത്തനാത്മകത സൃഷ്ടിക്കല് കേട്ടോ. അടുത്തത് പ്രവർത്തന തൽപരത നിലനിർത്തൽ. ആരംഭിച്ച പ്രവർത്തനത്തിലുള്ള താല്പര്യം കെടാതെ പ്രോജ്വലിപ്പിച്ച് നിർത്തൽ. അതായത് ഒരു കുട്ടിക്ക് ഇപ്പം നമുക്ക് PSC പഠിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ PSCയിൽ ആ താല്പര്യം അതായത് എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാതെ കൊണ്ടുപോകണം, എന്നാൽ നമുക്കത് വിജയിക്കാൻ പറ്റൂലേ. അതാണ് അത് എല്ലാ കാര്യത്തിലും അത് അങ്ങനെ തന്നെയാണ്. അടുത്തത് മാർഗനിർദ്ദേശം. ലക്ഷ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ തിരിച്ചറിവോടെ പ്രവർത്തനത്തിന് ആവശ്യമായ ദിശാബോധം രൂപീകരിക്കല് അല്ലേ. ഇപ്പം നമുക്കിപ്പോൾ എന്താ പറയുക, ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ
നമുക്ക് അതിനുള്ള ലക്ഷ്യങ്ങളൊക്കെ വേണ്ടേ, എങ്ങനെയൊക്കെയാണ് പഠിച്ചാലാണ്, ഏതൊക്കെ പുസ്തകം വാങ്ങണം, ഏത് ചാനലാണ് നമ്മൾ നോക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് നോട്ട് എഴുതേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ആക്കണം, അതൊക്കെയാണ് ദിശാബോധം. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടെത്തൽ പഠനം. അത് ഡിസ്കവറി ലേണിംഗ് ആരുടേതാണെന്നാണ് ചോദിക്കുള്ളൂ, അത്രേ വരുള്ളൂ അതിൽ. ഇനി ചാക്രിക ആരോഹണ രീതി ചോദിക്കാറുണ്ട്. സ്പൈറൽ അല്ലേ, നമ്മുടെ ചാക്രിക ആരോഹണം എന്ന് പറഞ്ഞാൽ സർക്കുലാർ ആണ് കേട്ടോ. സർക്കുലാർ അത് ആരുടേതാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സർക്കുലാറിന്റെ മെത്തേഡ് അത് പറഞ്ഞു കഴിഞ്ഞാൽ ജെറോമസ് ബ്രൂണറുടെ തന്നെയാണ് കേട്ടോ. വിദ്യാഭ്യാസത്തിൽ ചാക്രിക ആരോഹണ രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബ്രൂണറാണ് കേട്ടോ. അപ്പൊ കൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ, ഡിസ്കവറി ലേണിംഗ്, ചാക്രിക ആരോഹണ രീതി, സർക്കുലാർ മെത്തേഡ്. കുട്ടിക്ക് നൽകുന്ന പഠനാനുഭവങ്ങൾ ഓരോ ഘട്ടത്തിലും അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തണം. വികസനം ഒരു അനുസൃത പ്രക്രിയയായതിനാൽ ഓരോ ഘട്ടത്തിലേക്കും അനുയോജ്യമായ പാഠ്യവസ്തുക്കളെ ആയി ക്രമീകരിക്കാം. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല അല്ലെ. നമ്മൾ ജനനം മുതൽ മരണം വരെ നമ്മൾ എന്താണ് വിദ്യാഭ്യാസം നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന് ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യാബോധവും സങ്കലനവും വ്യവകലനവും ഒക്കെയായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ സ്വാഭാവികമായ സന്ദർഭങ്ങളിൽ വീണ്ടും വീണ്ടും അവതരിപ്പിക്കുന്നു. ബ്രൂണറുടെ അഭിപ്രായത്തിൽ പാഠ്യവസ്തുക്കളെ സ്പൈറൽ കരിക്കുലം, അതാണ് നമ്മുടെ ചാക്രികാരോഹണ രീതിനെ സ്പൈറൽ മെത്തേഡ് എന്ന് പറയും കേട്ടോ. അപ്പോൾ സ്പൈറൽ എന്ന് പറയുന്നത് ആരുടെയാണ്? ബ്രൂണറുടേതാണ് കേട്ടോ. സർക്കുലാർ എന്ന് പറഞ്ഞാലും അത് ബ്രൂണറുടെ തന്നെയാണ്. ബ്രൂണറുടെ അഭിപ്രായത്തിൽ പാഠ്യവസ്തുക്കളെ സ്പൈറൽ രീതിയിൽ ക്രമീകരിച്ചാൽ അതുവഴി ഒരു യൂണിറ്റിനെ തന്നെ ക്രമീകൃതമായ ഘട്ടങ്ങളായി തിരിച്ച് അനുയോജ്യമായ പഠനാനുഭവങ്ങളിലൂടെ സ്വായത്തമാക്കാവുന്നതാണ്. അതായത് ഒരു യൂണിറ്റിന് നമ്മൾ പല പല ഘട്ടങ്ങളായിട്ട് ഒരു യൂണിറ്റിനെ കുട്ടിൻ്റെ മുന്നിലോ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാണ്ട് അതിന് ഓരോ യൂണിറ്റ് അതായത് അതിനെ ഘട്ടമാക്കി പഠിച്ചു കൊടുക്കുമ്പോൾ എന്താണ് കുട്ടിക്ക് നന്നായിട്ട് മനസ്സിലാക്കുന്നതാണ് ചാക്രികാരോഹണ രീതി, സ്പൈറൽ കരിക്കുലം. ആ രീതിയിലൂടെ ആര് പറയുന്നത്? സ്പൈറൽ മെത്തേഡിലൂടെ ബ്രൂണർ പറയുന്നത്. അടുത്ത് നോക്കൂ, ബ്രൂണറുടെ ആശയങ്ങളുടെ പഠനപരമായ പ്രസക്തിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. നോക്കിക്കോളൂ, സ്റ്റേറ്റ്മെന്റിലാണ് ചോദിക്കുക. പഠിതാക്കളുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കൽ, കൊടുക്കൽ വാങ്ങലുകൾ, കണ്ടെത്തൽ എന്നിവ പഠന പ്രക്രിയയുടെ അവിഭാജ്യ ഘടകങ്ങളാണെന്ന് ബ്രൂണർ സിദ്ധാന്തിക്കുന്നു. എന്താണ്? പങ്കുവെക്കല്, ആശയങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കല്, കൊടുക്കൽ വാങ്ങലുകൾ, കണ്ടെത്തലുകൾ കേട്ടോ. പഠനാനുഭവങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് മാത്രമല്ല, പഠനാനുഭവം ഒരുക്കുന്ന അധ്യാപകൻ, ഒരു പഠന പങ്കാളി, പഠനത്തെ സുഗമമാക്കുന്ന ആൾ, പ്രശ്ന പരിഹാരകൻ, ജനാധിപത്യവാദിയായ സംഘത്തലവൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കണം എന്നാണ് ബ്രൂണർ പറയുന്നത്. എന്താണ്? കോലേണർ ആയിരിക്കണം അല്ലെ, പഠന പങ്കാളിയായിരിക്കണം. പിന്നെ ഫെസിലിറ്റേറ്റർ ആയിരിക്കണം അല്ലെ, സുഗമമാക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിഷ്യനാണ്, അതായത് പ്രശ്ന പരിഹാരകനാണ്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ലീഡറാണ്, ജനാധിപത്യവാദിയായ സംഘത്തലവനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതാണ് നമ്മുടെ ജെറോമസ് അധ്യാപകനെ വിശേഷിപ്പിക്കുന്നത് അല്ലെ. ബ്രൂണർ നിർദ്ദേശിക്കുന്ന പഠന രീതികൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടെത്തൽ പഠനവും ചാക്രികാരോഹണ രീതിയും ആശയദാന മാതൃകയും നമ്മൾ 3 പറഞ്ഞല്ലോ. മികച്ച പഠനത്തിന് ബ്രൂണറുടെ അഭിപ്രായത്തിൽ പാലിക്കേണ്ട 4 കാര്യങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പഠനോന്മുഖത സൃഷ്ടിക്കണം, കുട്ടിക്ക് അനായാസം വിജ്ഞാനം സ്വായത്തമാക്കാൻ കഴിയും വിധം പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തണം, അവയെ ഏറ്റവും ഫലപ്രദമായ ക്രമത്തിൽ അവതരിപ്പിക്കണം, അനുയോജ്യമായ സമ്മാനങ്ങൾ നൽകണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ. അധ്യാപനത്തെ കുറിച്ചുള്ള ഏത് സിദ്ധാന്തവും അടിസ്ഥാനപരമായി 5 കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ബ്രൂണർ അഭിപ്രായപ്പെട്ടു. നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളിൽ പഠനത്തോട് ആഭിമുഖ്യം വളർത്താൻ ഉതകുന്ന അനുഭവങ്ങൾ, ധാരണയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള അറിവിന്റെ ഘടന, പഠിക്കാനുള്ള കാര്യങ്ങളുടെ ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ക്രമീകരണം, വിജയം പരാജയം അംഗീകാരം ശിക്ഷ ഇവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ചിന്താശക്തിയെ ഉത്തേജിപ്പിക്കുക. അപ്പൊ ചിന്താശക്തിയെ ഉത്തേജിപ്പിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രൂണറുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇതിൽ വന്നൊരു ചോദ്യമാണ്, ഓരോ പഠനവും നേരത്തെ നേടിയ അറിവിന്റെ അടിത്തറയിൽ നിന്നുള്ള പുതിയ കണ്ടെത്തലുകളാണ്. ഇത്തരം അന്വേഷണതയ്ക്കും പ്രാധാന്യം നൽകുന്ന കണ്ടെത്തൽ പഠനം, സംവാദാത്മക പഠനം എന്നീ പഠന രീതികൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? നമ്മുടെ ജെറോമസ് ബ്രൂണർ. കണ്ടെത്തൽ പഠനം താഴെ പറയുന്നതിൽ ആരുടെ സംഭാവനയാണ്? ജെറോമസ് ബ്രൂണർ. കണ്ട കണ്ടെത്തൽ പഠനം അങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും ഒരു ദിവസം വരാം. താങ്ക് യു സോ മച്ച്.